ഇൻവെസ്റ്റ്മെന്റ് ലോ അല്ല, നോ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നതായിരിക്കും ശരി. അത് നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 5 lakhs അഡ്വാൻസ് അല്ലെങ്കിൽ 5 lakhs ടോട്ടൽ എക്സ്പെൻസസ് ഉണ്ടാവും. പിന്നെ എനിക്ക് മന്ത്ലി റെന്റ് അത് ഇതെല്ലാം കൊടുക്കണം. ഇവിടെ അതൊന്നും ആവശ്യമില്ല, റിസ്ക് ഇല്ല, നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ്, നോ പ്രെമിസസ് റിക്വയർഡ്. എനിക്കിതിൻ്റെ ഓഫീസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, നോ മാൻ പവർ, എനിക്ക് 4 ആളെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ കിട്ടാവുന്ന ഒരു ഇൻകമാണ് പാസീവ് ഇൻകം. അതുകൊണ്ടാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞത് നോർമൽ എംപ്ലോയിയിൽ നിന്നും ഇൻവെസ്റ്ററിലേക്ക് പോകാനുള്ള ഒരേ ഒരു ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമാണ്. പിന്നെ നമുക്ക് ടൈം ഫ്രീഡം നമ്മുടെ ടൈം നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 9 മണിക്ക് വെൻ ഐ യൂസ് ടു വർക്ക്, ഞാൻ UK പ്രോസസ്സിൽ ടീം മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ടീം മാനേജറായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് ഒരു ID കാർഡിലൊരു സ്വൈപ്പിംഗ് കാർഡ് ഉണ്ട്, അത് ഡിജിറ്റലാണ്. നമുക്ക് അവിടെ പോയിട്ട് മാനേജറോട് കുറച്ച് സോപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതെടുത്തിട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയമാണ് നമ്മൾ അറ്റൻഡൻസ് ഇൻ, സ്വൈപ്പ് ഔട്ടാണ് അറ്റൻഡൻസ് ഔട്ട്. അത്രയും നീറ്റായിട്ടാണ് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈം ഫ്രീഡം, എന്നോട് സ്വൈപ്പ് ചെയ്തോ എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ എത്ര മണിക്ക് വന്നു എത്ര മണിക്ക് പോയെന്ന് ചോദിക്കാൻ ആരുമില്ല. അത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മുടെ സ്വന്തം എന്താ പറയുന്നത് ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആ ബിസിനസ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തതാണ് ആ ലാസ്റ്റ് പോയിന്റ്. അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിലേക്ക് വെച്ചത്. ബിസിനസ് ഫോർ ജനറേഷൻ. ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത മാസം ഞാൻ എത്രയാണോ ഏൺ ചെയ്തിരിക്കുന്നത് അതേ ഇൻകമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എൻ്റെ ഫാമിലിയിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ജോലിയിലോ, ഗവൺമെൻറ് ജോലിയിലോ, മിലിറ്ററിയിലോ, ഡിഫൻസിലോ എവിടുന്നെങ്കിലും ഒരാൾ മരിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോലി അറിയുമെങ്കിൽ ഞാൻ ഈ ബിസിനസ് വിട്ടിട്ട് വരാം. ദർ ഈസ് നോ അതർ ജോബ്. ബിസിനസ് ഫോർ ജനറേഷൻ ഈസ് ഓൺലി ഡയറക്റ്റ് സെല്ലിംഗ്. അതിൽ ഏറ്റവും ബെസ്റ്റ്